യാത്രകൾ തുടർന്നുകൊണ്ടേയിരിക്കുക. തിരുവനന്തപുരത്ത് 4 വർഷം താമസിച്ചിട്ടുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള സ്ഥലം ഇതായിരിക്കും. അകത്ത് കയറി തൊഴുതിട്ടില്ലെങ്കിലും ഈ വെയിൽ ചാരിന്ന് ആ കാറ്റൊക്കെ കൊണ്ട് ഇവിടുത്തെ പാനിപ്പൂരിയും കഴിച്ചിട്ടേ പോകാറുള്ളൂ. കുറേ നാളുകൾക്ക് ശേഷം വന്നുകൊണ്ട് അകത്ത് കയറി മൂപ്പരെ നേരിട്ടൊന്ന് കാണണം എന്നൊരാഗ്രഹമായിരുന്നു. ഒപ്പമുള്ളവർക്ക് എൻ്റെ കൂടെ കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ആ ആഗ്രഹം വേണ്ടാന്ന് വെക്കാൻ ഞാൻ തീരുമാനിച്ചു. പക്ഷെ അവർ പറഞ്ഞു, ഒറ്റയ്ക്കാണെങ്കിൽ എന്താ, നീ പോയി തൊഴുത്തിട്ട് വാ, ഈ മുറ്റം വരെ എത്തിയില്ലേന്ന്. അങ്ങനെ ഞാൻ കയറി. അത് വളരെ നല്ലൊരു തീരുമാനമായിരുന്നു. നമ്മൾ വേണ്ടാന്ന് വെക്കുന്ന പല കാര്യങ്ങളും വളരെ മനോഹരമാണ്. അതൊന്ന് ട്രൈ ചെയ്യാൻ നോക്കാനുള്ള മനസ്സ് മാത്രം നമ്മൾ കാണിച്ചാൽ മതി. ഇതുവരെ നമുക്ക് കിട്ടാത്ത പലതരം അനുഭൂതികളിലൂടെ കടന്നു പോകാൻ പറ്റും നമുക്ക്. ഇനിയെങ്കിലും അടിച്ചു നിൽക്കാണ്ട് ഒറ്റയ്ക്കാണല്ലോ എന്ന് വിചാരിക്കാണ്ട് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ നോക്ക്. ചേച്ചിന്റെ കൂടെ ഉള്ളവരാണോ വിട്ടിരിക്കുന്നു? മലയാളി ചേട്ടന്റെ പാനിപ്പൂരി കഴിക്കാൻ ഇതുപോലൊരു പാനിപ്പൂരി കട ഇടണമെന്ന് ഒരു വട്ടെങ്കിലും മനസ്സിൽ ആഗ്രഹിക്കാത്തവർ വളരെ ചുരുക്കമായിരിക്കില്ലേ. കാരണം ഒരു ദിവസത്തെ അവിടുത്തെ വരുമാനം എത്രയാണെന്ന് ആലോചിക്കുമ്പോൾ എൻ്റെ ദൈവമേ, എന്നെപ്പോലുള്ള ആൾക്കാരാണെങ്കിൽ ഇതൊന്നും കണ്ടാൽ തിന്നാണ്ട് പോയില്ല. ഞങ്ങളുടെ ഫേവറേറ്റ് സ്പോട്ടായിരുന്നു അത്. ബംഗാളി ചേട്ടന്മാരുടെ 40 രൂപ കമ്മൽ. ഇവിടുത്തെ എല്ലാ തിരക്കൂടിയ സ്ഥലങ്ങളിലും ഇവരുടെ ഈ കമ്മൽ സ്റ്റാൻഡ് ഉറപ്പായി ഉണ്ടാവും കേട്ടോ. നമുക്കാണെങ്കിൽ പാനിപ്പൂരി പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു സാധനം ഇത്. അതുകൊണ്ട് കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയില്ല.